ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ എക്സാം എപ്പോഴായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ഇനി എത്ര സമയം ഉണ്ടാവും, ഇനി തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ മതിയോ, അങ്ങനെ കുറേ പേര് ചോദിക്കുന്നുണ്ടാവും. അപ്പം ഇതിൽ നമുക്ക് ഏറ്റവും തന്നെ പറയാനുള്ളത് കേരള പി എസ് സിക്ക് എന്താ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രോട്ടോകോളോ കാര്യങ്ങളൊന്നും ഇല്ല. അതായത് കാറ്റഗറി നമ്പർ പ്രകാരം തന്നെ എക്സാം കണ്ടക്ട് ചെയ്യണമെന്നോ, അതല്ലാതെ ഇപ്പം കാറ്റഗറി നമ്പർ ഇപ്പം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ 95 96 ആണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഉണ്ടാവണമെന്നോ, നമുക്ക് അങ്ങനെ ഒരു എന്താ പറയണ്ടേ പ്രോട്ടോകോളും അവിടെ കേരള പി എസ് സിയുടെ സൈഡിൽ ഇല്ല. പിന്നെ പി എസ് സിയുടെ സൈഡിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൽ ഡി സി, എൽ ജി എസ്, അതേപോലെ എസ് ഐ, അതേപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി, അതേപോലെ സി പി ഒ, സിവിൽ പോലീസ് ഓഫീസർ, അങ്ങനെയുള്ള കുറച്ചധികം പോസ്റ്റുകൾ ഉണ്ടല്ലോ. അതിലൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ 15-ാം തീയതി ഓഗസ്റ്റ് 15-നാണ് റാങ്ക് ലിസ്റ്റ് കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ 16-ാം തീയതി തൊട്ട് എന്ത് ചെയ്യാം, പുതിയൊരു റാങ്ക് ലിസ്റ്റ് അവരെന്ത് ചെയ്യും, പുറത്തു കൊണ്ടുവരും. ഓക്കെ, വിത്ത് എഫക്ട് ഫ്രം ഓഗസ്റ്റ് 16 എന്നുള്ള രീതിയിൽ. ഇപ്പൊ എൽ ഡി സി ആണെങ്കിലും എൽ ജി എസ് ആണെങ്കിലും എല്ലാം അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ടെക്നിക്കലിലേക്കും അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ, ടെക്നിക്കൽ അധികം വേക്കൻസീസ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ ആ ഒരു രീതിയിൽ വെരി നെക്സ്റ്റ് ഡേ എന്നുള്ള രീതിയിലല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇൻഡസ്ട്രീസ് എക്സിറ്റ് ഓഫീസർ, അവിടെ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പുതിയ റാങ്ക് ലിസ്റ്റ് അവിടെ വന്നിട്ടില്ല. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി കഴിയുന്നതിന് മുന്നേ തന്നെ അവിടെ നോട്ടിഫിക്കേഷൻ ഇറക്കിയാണ്. ഇപ്പോഴതിന്റെ ഇപ്പോഴതിന്റെ ഇന്റർവ്യൂയുടെ ഷെഡ്യൂൾ പോലും വന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഷോർട്ട് ലിസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ഫോർ എക്സാമ്പിൾ എക്സ്ട്രീം പോളി ഇലക്ട്രോണിക്സ്, അതിന്റെ എക്സാം ഈ മാസം 28-നോ 29-നോ മറ്റോ ആണ് എക്സാം ഉണ്ടാവുക. ഓക്കെ, അത് ഈ ഒരു വർഷം ലക്ഷ്മി ബോയുടെ റാങ്ക് ലിസ്റ്റ് അവിടെ വാലിഡിറ്റി കഴിയുന്നതാണ്. അതേപോലെ ഇപ്പൊ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ, ഇലക്ട്രോണിക്സിൽ തന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം മാർച്ചിലോ മറ്റോ ആണ് വരുന്നത്. പക്ഷെ അവരുടെ ടെൻഡേറ്റീവ് കലണ്ടർ പ്രകാരം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എക്സാം ഡേറ്റ് എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്താണ്. പക്ഷെ ഒക്ടോബറിലെ കലണ്ടറും ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ IO-യും അതേപോലെ അസിസ്റ്റന്റ് മേജർ യൂണിവേഴ്സിറ്റീസും, അത് 30, 29 ആ ഒരു കാറ്റഗറി നമ്പർ ഉണ്ടായിരുന്നു 2024. ആ എക്സാം എന്ത് ചെയ്തു, ഫെബ്രുവരി തന്നെ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് അതിന്റെ കൂടെ തന്നെയുള്ള 30-ഓ 31 അങ്ങനെ എന്തോ ആണ് നമ്മളുടെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 KW-ല്, അതിന്റെ എക്സാം ഡേറ്റ് എന്താ ഇതുവരെ വന്നിട്ടില്ല. വന്നോ ഇല്ല, എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലും ഇല്ല ഒക്ടോബറിലും ഇല്ല. ഓക്കെ, ഇനിയിപ്പോ നവംബറിൽ ഉണ്ടോ എന്നില്ലാരും അറിയില്ല. ഓക്കെ, അപ്പൊ അതാ ഞാൻ പറഞ്ഞേക്കുന്നത്, അത് കൃത്യമായിട്ട് അവിടെ പ്രോട്ടോകോളോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയാതെയാണ് എനിക്ക് തോന്നുന്നു നോട്ടിഫിക്കേഷൻ ഇറക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവിടെ പറയുന്നതിന് മുന്നേ തന്നെ എന്താ അവിടെ ഇന്ന പോലെ വേക്കൻസീസ് ഉണ്ടാവും, അങ്ങനെ അസസ്മെന്റ് പ്രകാരം ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോ ഒരിക്കലും നമുക്കത് എന്താ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ 2024 ഡിസംബർ വരെ വിളിച്ച നോട്ടിഫിക്കേഷന്റെ എക്സാം ഡേറ്റ് ജനുവരി ഫസ്റ്റ് വീക്ക് വന്നതാണ്. 2025 ജനുവരി ഫസ്റ്റ് വീക്ക് വന്നതാണ്. ഏപ്രിൽ, മെയ്, ജൂൺ മെയ്, ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നുള്ള രീതിയിൽ 3 മാസത്തെ ഇതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. 11/6/2024 അത് എപ്പോഴും എക്സാം ഉണ്ടായിരുന്നത് ഏപ്രിലാണ് ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് 30, 31 എന്നൊക്കെ പറയും നമ്മൾ IO-യും സോറി യൂണിവേഴ്സിറ്റീസ് ഒക്കെ എന്താ നമുക്ക് ഫെബ്രുവരിയിൽ എക്സാം ഉണ്ടായി അല്ലെ. അതേപോലെ ഇപ്പം കണ്ടില്ലേ, കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് LD ക്ലർക്ക് അല്ലെങ്കിൽ സി, അത് നമുക്ക് ഒരിക്കലും എന്താ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് എപ്പോഴും ആണെങ്കിലും, അതായത് അടുത്ത വർഷം എപ്പോ ആണെങ്കിലും എന്താ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് ഫെബ്രുവരിയിലെങ്കിലും എക്സാം എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ ഫെബ്രുവരിയിൽ ഉണ്ടാവുന്ന എല്ലാവരും ഒരു ഉറപ്പുമില്ല. പക്ഷെ ഫെബ്രുവരി തൊട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർച്ച് ആണെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ എന്താ നിങ്ങൾക്ക് ഒരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ എന്താ നിങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്യണം. നിങ്ങൾ എപ്പോഴും ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് എന്താ നിങ്ങൾ നോക്കുക, ഏറ്റവും വേസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഏറ്റവും വേസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് എന്നൊക്കെ നിങ്ങൾ വേസ്റ്റ് കണ്ടീഷൻ അസ്യൂം ചെയ്യാം. ഓക്കെ, ഫെബ്രുവരി മാസം ഒന്നും ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷെ നിങ്ങൾ എന്താ ഫെബ്രുവരി മാർച്ച് എന്നൊക്കെ നിങ്ങൾ അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്കൊരു 150 ഡേയ്സ് അല്ലെങ്കിൽ 160 ഡേയ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നുണ്ടാവും. 150 അല്ലെങ്കിൽ 160 ഡേയ്സ് അല്ലെങ്കിൽ 200 ഡേയ്സ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ മിനിമം നിങ്ങൾ എന്താ ഒരു 150 ഡേയ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിൽ എന്തായാലും ഉണ്ടാവാൻ സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷെ നമ്മൾ എന്താ ഒരു 150 ഡേയ്സ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് എന്താ ഫെബ്രുവരിയിൽ ഇല്ല, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ
അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ള ടൈം കിട്ടുവാണ്. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ റിവൈസ് ചെയ്യാനുള്ള ടൈമാണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്താ പക്കായിട്ട് നല്ല രീതിയിൽ എന്താ പോർഷൻസും കംപ്ലീറ്റ് ആവാൻ വേണ്ടി പറ്റും. പക്കായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 150 ഡേയ്സ് നിങ്ങൾ എന്താ സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ കിട്ടുന്നതൊക്കെ എന്താ നിങ്ങൾക്ക് അവിടെ ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആയിട്ടാണ് വരുന്നുണ്ടാവുക. ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങാത്ത കുറെ പേരുണ്ട് അല്ലെ. അപ്പോ പഠിച്ചു തുടങ്ങാൻ അത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങി ഇങ്ങോട്ടെങ്കിൽ ഇങ്ങോട്ട് പഠിച്ചു തുടങ്ങാം. നമ്മൾ അടുത്ത ദിവസം തന്നെ എന്താ ഒരു സ്റ്റഡി പ്ലാൻ വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ സ്റ്റഡി പ്ലാൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോ അറ്റ്ലീസ്റ്റ് എന്താ ഒരു 150 ഡേയ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ ഒരു രീതിയിൽ എന്താ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സും വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.